കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിലുള്ള പക ഒരു യുവാവിൻ്റെ ജീവനാണ് എടുത്തത്. കൊല്ലം ഉമയനെല്ലൂരിൽ കഴിഞ്ഞ ദിവസം തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന റിയാസ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. കടം വാങ്ങിയ 20,000 രൂപ തിരിച്ചു നൽകാത്തതിൻ്റെ വൈരാഗ്യമായിരുന്നു ആക്രമണത്തിന് കാരണം. സംഭവത്തിന് ശേഷം ചികിത്സയിലായിരുന്ന ഉമയനെല്ലൂർ സ്വദേശി റിയാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കേസിൽ ഇയാളുടെ സുഹൃത്തുക്കളായ ഷെഫീഖ്, സുഹൈൽ എന്നിവർ റിമാൻഡിലാണ്. പ്രതികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. ഉമയനെല്ലൂർ മാടച്ചിറ വയലിന് സമീപം കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 8:30യോടെയാണ് റിയാസിനെ തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടത്. നാട്ടുകാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റിയാസ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മത്സ്യക്കച്ചവടം സംബന്ധിച്ച് മാടച്ചിറ സ്വദേശികളുമായി ഇയാൾ പണമിടപാടുകൾ നടത്തിയതായും സ്ഥലത്തില്ലാതിരുന്ന റിയാസ് കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയതെന്നും നാട്ടുകാർ പോലീസിന് വിവരം നൽകിയിരുന്നു. കൊലപാതക ശ്രമമാണെന്ന് റിയാസും പോലീസിന് മൊഴി നൽകി. യുവാവിന് തീപ്പൊള്ളലേൽക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. തുടർന്ന് പ്രതികളായ ഷഫീഖ്, സുഹൈൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 2 പ്രതികളും ഇപ്പോൾ റിമാൻഡിലാണ്. കടം വാങ്ങിയ പണം തിരികെ നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന് പോലീസ് അറിയിച്ചു. $20,000 രൂപ കടം വാങ്ങിയ ശേഷം തിരികെ നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് യുവാവിനെ ജീവനോടെ കത്തിക്കാൻ പ്രതികളെ പ്രേരിപ്പിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് റിയാസിൻ്റെത്. പണം തിരികെ നൽകാനാവാത്തതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ കഴിഞ്ഞിരുന്ന റിയാസ് ഉമയനെല്ലൂരിലെ വീട്ടിലെത്തിയതിനു പിന്നാലെ ഷെഫീഖും സുഹൈലും വീട്ടിലെത്തി ഇയാളെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഓട്ടോറിക്ഷയിലിരുന്ന് പ്രതികൾ മദ്യപിച്ച ശേഷം വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന പെട്രോൾ ഉപയോഗിച്ചാണ് തീ കൊളുത്തിയത്. വധശ്രമത്തിന് കേസെടുത്ത് റിമാൻഡ് ചെയ്ത പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര.